വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാത്സിലുണ്ടോ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോട് സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു. പെരിങ്ങോട് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക വി ശ്രീകല ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരിങ്ങോട് യൂത്ത് ലൈബ്രറി ഹാളിൽ വച്ചാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെയും ബഡ്ഡിംഗ് റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തകർക്കായി വാക്കും വിതയും സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചത്. ഹൈസ്കൂൾ പ്രധാന അധ്യാപിക വി ശ്രീകല ഉദ്ഘാടനം ചെയ്തു. ശരിക്കും അത് കഥയല്ലേ എന്ന് നിങ്ങൾ പറയണ്ട. എന്ത് കഥ എഴുതാനും ഒരു സത്യത്തിന്റെ ഒരു അംശം വേണം, എന്നാലേ അത് നമ്മുടെ ഉള്ളിൽ തട്ടുള്ളൂ. എവിടുന്നെങ്കിലും ഭാവനയിൽ നിന്ന് എടുത്ത കാര്യങ്ങൾ മാത്രമായാൽ ശരിക്കും അത് നമ്മുടെ ഉള്ളിലേക്ക് എത്താൻ വിഷമമാണ്. അനുഭവങ്ങൾ മനസ്സിലിട്ട് പാകപ്പെടുത്തി എഴുതുന്ന കഥയോ നോവലോ ആണ് ശരിക്കും നമ്മുടെ ഉള്ളിലെത്തുക. അപ്പം ടീച്ചർ പറഞ്ഞ മാതിരി ആ പഴയ പുസ്തകങ്ങൾ ഒരുപക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മറന്നുപോയിട്ടോ, പക്ഷെ അതിൻ്റെ സാരാംശങ്ങളൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല. മാതൃഭൂമി ആഴ്ചവെപ്പിൽ കൂടിയാണ് പലതും വായിച്ചിട്ടുള്ളത്. എന്താണ് ചുവന്ന കടൽ തിക്കോടിയൻ്റെ, പിന്നെ ഈ സി രാധാകൃഷ്ണൻ്റെ ആ നോവലുകൾ ഒക്കെ ആ മാതൃഭൂമി ആഴ്ചവെപ്പാണ് തന്നിട്ടുള്ളത്. ഇന്ന് മാതൃഭൂമി ആഴ്ചവെപ്പ് വായിക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ അത്ര ഒരു ആവേശം തോന്നുന്നില്ല, മനസ്സിൽ നിൽക്കണില്ല. ഹൈസ്കൂൾ അധ്യാപിക പ്രസീത അധ്യക്ഷത വഹിച്ചു. കവിയത്രിയും മുൻ ഹൈസ്കൂൾ അധ്യാപികയുമായ കെ പി ശൈലജ, യൂത്ത് ലൈബ്രറി മുൻ എക്സിക്യൂട്ടീവ് അംഗം കെ വി ഭാർഗവി, കവിയത്രിയും ഹൈസ്കൂൾ അധ്യാപികയുമായ കെ ജയശ്രീ തുടങ്ങിയവർ വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് പ്രചോദനമാകുന്ന തരത്തിൽ തങ്ങളുടെ വായനാ അനുഭവം പങ്കുവച്ചു. വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച വായനക്കാരിയായി BRC തല ശില്പശാലയിലേക്ക് 2 പേരെ തിരഞ്ഞെടുക്കുമെന്നറിയിച്ചു. രുദ്ര ആർ നായർ, നീരജ് കൃഷ്ണ എന്നിവർ അതിഥികൾക്ക് സ്കൂളിന് വേണ്ടി ഉപഹാരം നൽകി. അധ്യാപകരായ ബിന്ദു, സന്ധ്യ, വിദ്യ, യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് A സേതുമാധവൻ, സെക്രട്ടറി K മണികണ്ഠൻ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്ത് സംസാരിച്ചു.